പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അടുക്കളയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞു. ചോറായിട്ടുണ്ട്. പിന്നെ നമ്മുടെ പറമ്പിൽ വാഴയിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത വാഴക്കൊമ്പ് കൊണ്ടൊരു തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നലെ വിചാരിക്കുന്നെങ്കിൽ പിന്നെ അതൊക്കെ അമ്മ തയ്യാറാക്കി വെച്ചതാട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി കറിയൊന്നുമില്ല, അപ്പോൾ നമുക്ക് ഇന്ന് മീനൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഒരു ചേന കൊണ്ടൊരു തീയൽ തയ്യാറാക്കാമെന്ന്. അപ്പോൾ അതൊക്കെ വെച്ച് ഒരു കൊച്ചൊരു ഉച്ചയൂണ് ബാക്കി സാധനങ്ങളിലൂടെ തയ്യാറാക്കി നമുക്കൊരു ചെറിയൊരു ഉച്ചയൂണ് തയ്യാറാക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ചേന തീയൽ തയ്യാറാക്കാം. അപ്പം നമ്മുടെ പറമ്പിലെ ചേന അല്ല കേട്ടോ, ഇത് പച്ചക്കറിക്കകത്തുനിന്ന് നമുക്ക് കിട്ടിയ ചേനയാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യം നമ്മൾ പച്ചക്കറി വാങ്ങിച്ച് കഴിയുമ്പോൾ ഈ അവസാനം വരുന്ന സാധനം ഈ ചേന. അത് മിക്കവാറും ഉപയോഗിക്കത്തില്ല, അത് ചുമ്മാതെ അങ്ങനെ കിടന്ന് തന്നെ അങ്ങ് പോത്തേ ഉള്ളൂ. ചിലപ്പോഴങ്ങാണ് മാത്രം നമ്മൾ സാമ്പാർ അവയില്ലാത്തൊക്കെ ഇടും. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഈ ചേന മാത്രം വെച്ചിട്ട് ഒരു തീയൽ തയ്യാറാക്കാമെന്ന്. അപ്പോൾ നമുക്ക് പോയിട്ട് തീയൽ തയ്യാറാക്കിയിട്ട് വരാവേ. അപ്പോൾ നമ്മളിന്ന് ചേന തീയലാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ചേന എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു സവാള, ഒരു പച്ചമുളക്, ഇത്ര സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാവേ. അപ്പോൾ നമുക്ക് ഈ പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാവേ. ആദ്യമേ നമുക്ക് സവാളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. നമ്മൾ കുറച്ച് കറിയുടെ ആവശ്യമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ കുറച്ചെടുക്കണം കേട്ടോ. തക്കാളി ഒന്നും എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ എരി ഒരുപാട് ഇഷ്ടമല്ല, അതുകൊണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ചേന ചൊറിയും കേട്ടോ. അപ്പം അതിൻ്റെ അനുസരിച്ച് ചെയ്യുക, ചെത്തിയെടുക്കാം. ഇത് നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്തതൊന്നുമല്ല കേട്ടോ, നമ്മൾ പച്ചക്കറി വാങ്ങിച്ചപ്പോൾ അതിനകത്ത് കിട്ടിയത്. അതുകൊണ്ട് ഇതിൻ്റെ നന്നായിട്ട് വേവോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല, എന്തായാലും നോക്കാം. ചിലവർക്ക് ഈ ചേനയൊക്കെ അരിഞ്ഞു കഴിയുമ്പോൾ കൈയൊക്കെ നന്നായിട്ട് ചൊറിഞ്ഞ് തടിക്കും. അങ്ങനെയൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിച്ചോണേ. പിന്നെ അഥവാ നിങ്ങൾക്ക് ചൊറിയുവാണെങ്കിലും ഒരു ടിപ്പുണ്ട്. ഇത് എന്താണ്, അരിഞ്ഞു കഴിഞ്ഞിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൈ കഴുകിയാൽ മതി കേട്ടോ. അപ്പോൾ ആ ചൊറിച്ചിൽ പെട്ടെന്ന് അങ്ങ് പോകും. അപ്പോൾ ഇവിടെ ചേന നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. ഇതേ മണ്ണൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതങ്ങ് അരിഞ്ഞിട്ട് കഴുകാന്ന്. എന്താണെന്ന് വെച്ചാൽ ഈ കഴുകുമ്പോഴാണ് നമുക്ക് ഈ ചൊറിയുന്നത് കൂടുതൽ. അതുകൊണ്ട് നമുക്ക് തക്കാളിയും സവാളയും പച്ചമുളകും പിന്നെ അരിയാം. ഇപ്പം നമുക്ക് എന്താണ്, ചേന അരിഞ്ഞിട്ടും കഴുകാം. ഇത് മണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട്, ആ മണ്ണൊക്കെ പറ്റിയിരിക്കുകയാണെങ്കിൽ കഴുകിയിട്ട് അരിയാവുള്ളേ. പിന്നെ ഈ കറക്കി കളഞ്ഞിട്ടെ. ഞാനിതൊന്ന് അരിഞ്ഞെടുക്കാനുള്ള സൗകര്യത്തിൽ ചെറിയ പീസുകളാക്കി എടുത്തേക്കോ കേട്ടോ. നമുക്ക് എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അങ്ങനെ ഈ ഒരു വലിപ്പത്തിലെ. അപ്പം എന്നും പച്ചക്കറി തീർന്നു കഴിയുമ്പോഴേ നമ്മുടെ കൂടുതൽ മിക്കവാറും എടുത്ത് കളയാറുള്ള ഒരു സാധനമായി ചേന കേട്ടോ. ചിലപ്പോൾ അവിയലിനകത്തൊക്കെ ഇട്ടങ്ങ് തീർക്കും, സാമ്പാറിലൊക്കെ. ചിലപ്പോഴേ മിക്കവാറും അത് ഇവിടെ തന്നെ കാണും. ഏറ്റവും ലാസ്റ്റ് വരുന്ന പച്ചക്കറിയാണ് ചേന. പിന്നെ ഞാൻ വിചാരിച്ചു അത് നമുക്ക് ഇങ്ങനെ അങ്ങ് ചെയ്തേക്കാന്ന്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ചേനയും ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. വേണ്ട, അത് പിന്നെ ഈ ഫുൾ ചേനയായതുകൊണ്ട് ഞാൻ വിചാരിച്ച് അത് ഇരിക്കേണ്ടത്. മറ്റേത് മുറിഞ്ഞ ആയതുകൊണ്ട് അത് ഞാനിങ്ങനെ എടുത്തു.
എനിക്ക് ഈ ചോപ്പിംഗ് ബോർഡ് വെച്ച് അരിയാൻ അത്ര അങ്ങോട്ട് ബാലൻസ് ഇല്ല കേട്ടോ. എനിക്കിങ്ങനെ അരിയുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. പിന്നെ ഈ സാധനം മസ്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൈ മൊത്തം പെട്ടെന്ന് മുറി. എങ്ങനെയും ഒക്കെ എൻ്റെ കൈ മുറി. ഇപ്പം ഇങ്ങനെ അവിച്ചത്ത് പിടിച്ചേക്കുന്നെങ്കിൽ ഈ കൈ മുറി. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതുകൊണ്ട് കയ്യിലൊരു കയ്യുറ ഇടാറുണ്ട്, അല്ലെങ്കിൽ ഉറപ്പായിട്ട് മുറി. ചേന നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കഴുകിയെടുക്കണം. പിന്നെ അതുപോലെ നമ്മുടെ തക്കാളിയും സവാളയും എല്ലാം അരിയാനായിട്ട് ഇരിക്കുക. അപ്പോൾ അതും കഴുകിയിട്ട് അരിയാം. അപ്പോൾ ഞാനിത് രണ്ടും കഴുകി കൊണ്ടുവരാമേ. അപ്പോൾ ഞാൻ ഈ വേറൊരു പാത്രത്തിലോട്ട് ഈ പച്ചമുളകും തക്കാളിക്കായും സവാളയും അരിഞ്ഞു വെക്കുക കേട്ടോ. സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടേ ഈ സൈഡിലോട്ട് സവാള അരിയാം. അപ്പോൾ നമ്മുടെ തക്കാളിക്കായും സവാളയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചിരവി എടുക്കണം. അപ്പം പോയി തേങ്ങ ഇനി ചിരവി എടുത്തുകൊണ്ട് വരട്ടെ. അപ്പം നമ്മളിവിടെ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അപ്പം ചട്ടി വെക്കണം. തേങ്ങ വറുത്തെടുക്കണം. പിന്നെ സാമ്പ്രാണിത്തിരി കത്തിച്ച് നമ്മൾ പാചകം തുടങ്ങുന്നതിന് മുമ്പേ പൂജയ്ക്ക് വേണ്ടിയൊന്നുമല്ല. അപ്പോൾ നമുക്കിവിടെ മുറ്റത്തൊരു ആഞ്ഞിലിയുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഈ അടുക്കള വശത്തെ കഥ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് മൊത്തം കണ്ണീച്ചയുടെ ശല്യമാണ്. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് വെട്ടം കിട്ടാൻ വേണ്ടി ഞാൻ ആ കഥ തുറന്നിട്ടേക്കുക. അത് കാരണം ഇവിടെ മൊത്തം കണ്ണീച്ച പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനെ ഓടിക്കാൻ വേണ്ടി ഞാനൊരു സാമ്പ്രാണിത്തിരി കത്തിച്ച് വെച്ചിരിക്കുകയാണ്. ഇതെന്തോ തൊപ്പിയൊക്കെ വെച്ചോണ്ട് നോക്കുന്നത്. പിന്നെ നമുക്ക് ചട്ടിയിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. രാവിലെ അമ്മ ഉണ്ടാക്കിയതാട്ടോ. ആർക്കെങ്കിലും വേണോ? അപ്പോൾ തേങ്ങയൊക്കെ ഇവിടെ മൂത്ത് വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് ഈ വറുത്തരച്ച കറികളോട് അത്ര താല്പര്യമില്ല. അപ്പോൾ ഞാൻ ഈ തേങ്ങ മൂപ്പിച്ചിട്ടാണെങ്കിൽ നമ്മളിപ്പം തീയിലൊക്കെ വെക്കുവാണെങ്കിൽ തേങ്ങയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് അത് വെള്ളം ഒന്നും ചേർക്കാതെ അരച്ചെടുക്കുന്നത്. എങ്കിൽ മാത്രമേ ആ കറിക്ക് നല്ലൊരു ബ്രൗൺ കളർ കിട്ടത്തുള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പം മിക്കവാറുള്ളവർക്കൊക്കെ ഇങ്ങനെ വറുത്തരച്ച കറികൾ കിട്ടുമ്പോൾ ഒരു നെഞ്ചരിച്ചിലും പ്രശ്നങ്ങളൊക്കെ. ഞാനതുകൊണ്ട് ഈ തേങ്ങയാണെങ്കിൽ വെള്ളം ചേർത്തായിരിക്കുന്നത് കേട്ടോ. പക്ഷെ അന്നേരം കളറ് ഇച്ചിരി മാറുമെന്നേ ഉള്ളൂ. പക്ഷേ കറിക്ക് നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ നമുക്ക് വറുത്തരച്ച് കറികൾ കൂട്ടുമ്പോൾ ആ നെഞ്ചരിച്ചിലും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും ഉണ്ടാകത്തില്ലേ. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ കുറച്ച് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്, ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാവേ. കരിഞ്ഞു പോകരുത്, ഓടി വരാം. ഞാനിവിടെ 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഈ പൊടികളുടെ ആ പച്ചപ്പൊന്ന് മാറുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കാം.
അപ്പോൾ ഇവിടെ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് തണുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് തീയൽ വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് വേറെ ഒരു പാത്രത്തിലോട്ട് ഇത് മാറ്റാൻ പോവാണേ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാവേ. കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. നമ്മുടെ ആ പച്ചക്കറിയൊക്കെ നമ്മൾ അരച്ചെടുക്കുന്ന ആ സമയത്തേക്കൊന്ന് വെന്ത് വരട്ടെ. കറിവേപ്പില കേട്ടോ. അപ്പം ഞാനിതുപോലൊക്കെ എന്താണ് നമ്മൾ വട്ടക്കാട്ട വീടിൻ്റെ കാണിച്ചായിരുന്നല്ലോ, ചൂനാട്ടാകിലട്ടൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കൊണ്ടുവന്ന കറിവേപ്പിലയാണ്. അപ്പോൾ ഇതുപോലെ കണ്ട് ഇങ്ങനെ ഈ ബക്കറ്റ് നല്ല ക്ലോസ് ആയിട്ടുള്ള ബക്കറ്റ് വേണമെന്നില്ല, എന്തെങ്കിലും ഒരു പാത്രത്തിൽ ഇതുകൊണ്ട് ടിന്നിനകത്ത് ഇട്ട് അടച്ചു വെക്കാമെങ്കിൽ ഇത് നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ അന്ന് കൊണ്ടുവന്നതാണ്, ഒരു കുഴപ്പമില്ല. ഒരു പ്ലാസ്റ്റിക് കവറിനകത്തിലോട്ടൊക്കെ അടച്ചു വെക്കാമെങ്കിൽ നമുക്ക് ഇത് പോണക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാം. കടുവൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാവേ, തണ്ടൂടെ കിടന്നോട്ടെ. എന്നിട്ട് നമുക്ക് വേണ്ട നമ്മുടെ മെയിൻ സാധനം ചേന. കൊടുക്കുവാണേ. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളിയും സവാളയും പച്ചമുളകും അതെല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കണം, കുഴപ്പമൊന്നും. ഞാനിനി ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ ഉപ്പ് പിന്നെ നമുക്ക് വാട്ടി കൊടുക്കാം. എൻ്റെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്തതാ, എന്നാലും കുറച്ച് മഞ്ഞൾപ്പൊടി. നമുക്കിത് അടച്ച് വെച്ച് വേവിക്കണം. എന്താണ് തേങ്ങ വറുത്തത് അരച്ചെടുത്തിട്ട് വരാവേ. അപ്പോൾ ഒരബദ്ധം പറ്റി, അരയ്ക്കാൻ പോയപ്പോൾ ഞാൻ ഈ വീഡിയോ ഓഫാക്കിയായിരുന്നു കേട്ടോ, ഓണാക്കാൻ മറന്നുപോയി. ഞാനെല്ലാം ചേർത്ത് വെച്ചേ. ഇപ്പോഴാണ് കണ്ടത് വീഡിയോ ഓണല്ലെന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ അരപ്പ് തയ്യാറാക്കിയായിരുന്നു. അപ്പം അരപ്പ് പ്രത്യേകിച്ചൊന്നുമില്ല, അത് അരച്ച് വെള്ളം ചേർത്ത് അരച്ച്, അതുകൊണ്ട് ഈ കളറ്. എന്നിട്ട് നമ്മുടെ ആ പച്ചക്കറിക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് അരച്ചുകൊണ്ടാണ് ഈ ഒരു കളറ് കറിക്ക്, അതല്ലെങ്കിൽ നല്ല ബ്രൗൺ കളറായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ചേന വേവണം, അതുകൊണ്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. എന്തായാലും ഇപ്പോഴെങ്കിലും കണ്ടത് കാര്യമായി, ഇല്ലെങ്കിൽ വീഡിയോ തീരുന്നത് വരെ ഞാൻ ഈ ക്യാമറ ഓൺ ആക്കത്തില്ലായിരുന്നേ. ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ എന്നും ചെയ്യുന്ന പോണക്ക് ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മറന്നുപോയി. എന്നിട്ട് ഞാൻ എന്നും ചെയ്യുന്ന പോണക്ക് ഞാനങ്ങ് കൊണ്ടുവന്ന് ഒഴിച്ചു. അപ്പം ഇനിയിപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ. കറി ഏകദേശം ആയിട്ടുണ്ട്. കറിയൊക്കെ നന്നായിട്ട് കണ്ട ആ വെള്ളമെല്ലാം വറ്റി വന്ന് നല്ല കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പം ഇത്രയും മതി. അപ്പം ഇതായിട്ടുണ്ട് കറി കേട്ടോ. പിന്നെ കുറച്ചുകൂടെ കറി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കണേ. ഇത് മതി. ഞാനിത് നന്നായിട്ടാണ്, ചേനയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. കൊള്ളാം കേട്ടോ. അപ്പോൾ നമുക്ക് പപ്പടം കൂടി വറക്കാവേ. ഇപ്പം പപ്പടം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്.
അപ്പം പിന്നെ പപ്പടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കണം, ഇതിൻ്റെ എക്സ്പയർ ആയിട്ടുണ്ടോ. നമ്മൾ മിക്കവാറും വാങ്ങിച്ച് വെച്ചിട്ട് ചിലപ്പോൾ മറന്നൊക്കെ പോകും. എന്നിട്ട് പപ്പടം അല്ലേന്ന് കരുതി നമ്മളിത് എടുത്ത് വെച്ച് ഉപയോഗിക്കുകയും ചെയ്യും. പക്ഷേ ചിലത് എനിക്കങ്ങനെ ഒരു പ്രാവശ്യം അബദ്ധം പറ്റിയതാട്ടോ. അപ്പോഴേ അത് നിങ്ങൾ പപ്പടമാണെന്ന് കരുതി അങ്ങ് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ, ചിലവരൊക്കെ ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ച് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. 1 മാസത്തിൽ കൂടുതൽ, 1 മാസമൊക്കെ ഏകദേശമാണ്, 1 മാസമൊക്കെ ഇതിന് എക്സ്പയർ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ. എപ്പോഴും അത് ശ്രദ്ധിച്ചോണം കേട്ടോ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. പപ്പടം മതി, നമ്മൾ ഓഫ് ആക്കുവാണേ. എണ്ണയ്ക്കകത്തോട്ട് പോകാതെ. അപ്പം നമ്മുടെ ഊണ് തന്നെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് വിളമ്പാവേ. അപ്പോൾ നമ്മൾ ചോറ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ സ്പെഷ്യൽ ചേനത്തീയൽ, പിന്നെ വാഴക്കൂമ്പ് തോരൻ, പിന്നെ നമ്മുടെ പപ്പടം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പുതിയതായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്